ആകാശവാണി വാർത്താ വീക്ഷണം വനിതാ ദിനം 2026 തയ്യാറാക്കിയത് ഡോക്ടർ താര കെ ജി, സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി. അവതരണം അഞ്ജന പുതിയമഠം. പലരും ചോദിക്കുന്ന ചോദ്യമാണ്, എന്തിനാണ് വനിതാ ദിനം ആചരിക്കുന്നത്? സ്ത്രീകൾക്കു മാത്രമായി പ്രത്യേക പദ്ധതികൾ ഇനിയും ആവശ്യമുണ്ടോ? ഇപ്പോൾ എല്ലാ രംഗത്തും അവർ ഉണ്ടല്ലോ എന്നൊക്കെ. എന്നാൽ കണക്കു പരിശോധിച്ചാൽ ലോകത്താകമാനമുള്ള സ്ത്രീകൾ ഇപ്പോഴും പല വിധത്തിലുള്ള വിവേചനങ്ങൾ നേരിടുന്നതായി കാണാം. ഉദാഹരണമായി രാഷ്ട്രീയ രംഗമെടുത്താൽ 195 രാജ്യങ്ങളുള്ളതിൽ 119 രാജ്യങ്ങളിലും ആസൂത്രണം, നയരൂപീകരണം, പദ്ധതികൾ നടപ്പാക്കൽ, തീരുമാനങ്ങൾ എടുക്കൽ എന്നീ മേഖലകളിൽ സ്ത്രീകളില്ല. എന്തിന്? 92% സാക്ഷരത അവകാശപ്പെടുന്ന കേരളത്തിൽ ഒരു കാലത്തും നിയമസഭയിലെ സ്ത്രീകൾ 10% മുകളിൽ വന്നിട്ടില്ല. പേരിനുപോലും ഒരു വനിതാ മുഖ്യമന്ത്രി നമുക്കുണ്ടായിട്ടുമില്ല. 148 രാജ്യങ്ങളുടെ പട്ടികയിൽ ലിംഗവ്യതിയാനത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ 131ാമത് റാങ്കിലാണ് എന്നതും ഇനിയും ഏറെ ദൂരം മുന്നോട്ടു പോകാനുണ്ടെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പണ്ടുകാലത്ത് സ്ത്രീകൾക്ക് വോട്ടവകാശം പോലും ഉണ്ടായിരുന്നില്ല. നിരന്തര സമരങ്ങളിലൂടെയാണ് ഈ അവകാശം സ്ത്രീകൾക്ക് കിട്ടിയത്. ന്യൂസിലാൻഡാണ് സ്ത്രീകൾക്ക് ആദ്യമായി വോട്ടവകാശം കൊടുത്ത രാജ്യം 1893. മുസ്ലിം ഭൂരിപക്ഷമുള്ള പല രാജ്യങ്ങളും 1930ഓടെ തന്നെ സ്ത്രീകൾക്ക് വോട്ടവകാശം കൊടുക്കുകയുണ്ടായി. പക്ഷേ ലോകത്താകമാനം 23% സ്ത്രീകൾ മാത്രമാണ് ക്യാബിനറ്റ് മന്ത്രിമാരായി ചുമതലയേറ്റിട്ടുള്ളത്. നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീകളുടെ എണ്ണമെടുത്താൽ മൊത്തം 195 രാജ്യങ്ങളുള്ളതിൽ 15 എണ്ണത്തിൽ മാത്രമാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഏകദേശം തുല്യ പ്രാതിനിധ്യമുള്ളത്. ലോകരാജ്യങ്ങളിലെ പാർലമെന്റുകളിൽ 27% മാത്രമാണ് സ്ത്രീ പ്രാതിനിധ്യം. കഴിവുള്ളവർ വരട്ടെ, സംവരണം എന്തിനാണ് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. എന്നാൽ സ്ത്രീകളും പുരുഷന്മാരും ഒരു പ്രശ്നത്തെ സമീപിക്കുന്നതിൽ വളരെ വ്യത്യാസങ്ങളുണ്ടെന്നാണ് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത്. തലച്ചോറിന്റെ കാര്യമെടുത്താൽ പുരുഷന്മാരുടെ തലച്ചോറിന് സ്ത്രീകളുടേതിനേക്കാൾ 10% വലിപ്പക്കൂടുതലുണ്ട്. എന്നാലും ബുദ്ധിയുടെ കാര്യത്തിൽ രണ്ടുപേരും ഒരുപോലെയാണ്. സ്ത്രീകൾക്ക് എമ്പതി അഥവാ സഹാനുഭൂതി, കോഗ്നിറ്റീവ് കപ്പാസിറ്റി എന്നിവ കൂടുതലാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ ഒരു വിഷയത്തിന്റെ വിവിധ വശങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം വേണ്ട അളവിൽ ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് വരുന്നു. ഇനി തൊഴിൽ രംഗം എടുത്താൽ ലോകത്താകമാനം മാനേജർ തസ്തിക പോലെയുള്ള സ്ഥാനങ്ങളിൽ എത്തുന്നത് 30% സ്ത്രീകൾ മാത്രമേ ഉള്ളൂവെന്ന് കാണാം. ഒരേ ജോലിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കിട്ടുന്ന ശമ്പളം പല മേഖലയിലും തുല്യമല്ല എന്നും കാണാം. 20% വരെ കുറവ് കൂലിയാണ് ഒരേ ജോലിക്ക് പലയിടങ്ങളിലും കിട്ടുന്നതെന്നാണ് ലോക കണക്കുകൾ പറയുന്നത്. ഉദാഹരണമായി ആരോഗ്യ മേഖലയിൽ പല നഗരങ്ങളിലും രാത്രി ഷിഫ്റ്റ് എടുക്കേണ്ടി വരുമ്പോൾ സുരക്ഷിതമായ യാത്രാ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് സ്ത്രീകളെക്കാൾ പുരുഷ നഴ്സുമാർക്കാണ് മുൻഗണന. ഇതുമൂലം ഒരേ യോഗ്യതയുണ്ടായിട്ടും പുരുഷ നഴ്സുമാർക്ക് 15 മുതൽ 25% വരെ അധിക ശമ്പളവും കിട്ടുന്നു. മാത്രമല്ല വീടിനകത്ത് സ്ത്രീകൾ ശമ്പളമില്ലാത്ത ജോലികൾ ചെയ്ത് ഒരുപാട് സമയവും ആരോഗ്യവും നഷ്ടപ്പെടുത്തുന്നത് കാരണം പുറത്തിറങ്ങി ജോലി ചെയ്യാനുള്ള അവരുടെ അവസരങ്ങളും വളരെ കുറയുന്നുണ്ട്. വീട്ടിനകത്ത് സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ 2.5 ഇരട്ടിയിലധികം ജോലികൾ ചെയ്യുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. അതെല്ലാം കൂലിയില്ലാ ജോലികളാണ് താനും. ഒരു നേരം ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ ഏകദേശം 80 രൂപയാകുമെന്ന് വെക്കുക. ഉച്ചയ്ക്കുള്ള ഊണിനും രാത്രി അത്താഴത്തിനും അത്രയും തന്നെ കണക്കാക്കിയാൽ വൈകുന്നേരത്തെ ചായയും ചേർത്ത് ഒരു ദിവസം 200 മുതൽ 250 രൂപ വരെ ചിലവാകും. ഇനി പുറത്തുനിന്നൊരാളെ വീട്ടിനകത്തെ പാത്രങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവ കഴുകാനും വീട് വൃത്തിയാക്കാനും നിർത്താമെന്ന് വെച്ചാൽ ഓരോ ജോലിക്കും 150 മുതൽ 300 രൂപ വരെ ഒരു ദിവസം കൊടുക്കണം. ചുരുക്കി പറഞ്ഞാൽ 4 അംഗങ്ങളുള്ള ഒരു വീട്ടിൽ എല്ലാം കൂടി ഉദ്ദേശം 50,000 രൂപയുടെ പണിയെങ്കിലും ഭൂരിഭാഗം സ്ത്രീകളും വീട്ടിനകത്ത് ചെയ്യുന്നുണ്ടെങ്കിലും 1 രൂപ പോലും ശമ്പളമായി അവർക്ക് കിട്ടുന്നുമില്ല. ഇനി വിദ്യാഭ്യാസത്തിന്റെ കാര്യമെടുത്താൽ 1900കളിൽ 1% താഴെയായിരുന്നു പെൺകുട്ടികളുടെ ഔപചാരികമായ വിദ്യാഭ്യാസം. 1951 ശേഷം നിരവധി പഞ്ചവത്സര പദ്ധതികളിലൂടെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് മുൻഗണന കൊടുക്കുന്ന സ്ഥിതി നിലവിൽ വന്നിട്ടുണ്ട്. ഇതിൽ പ്രധാനം 2009 നിലവിൽ വന്ന റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അഥവാ സൗജന്യ വിദ്യാഭ്യാസ അവകാശ സംരക്ഷണ ആക്ട് ആണ്. ഇതുമൂലം 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ഉറപ്പുവരുത്താനാകും. എന്നാൽ ദാരിദ്ര്യം, നേരത്തെയുള്ള വിവാഹം, സുരക്ഷിതമായി സ്കൂളിൽ പോയി വരുന്നത് ഉറപ്പുവരുത്തുന്നതിലുള്ള പോരായ്മകൾ എന്നിവ കാരണം സമ്പൂർണ്ണ വിദ്യാഭ്യാസം പൂർണ്ണ ഫലപ്രാപ്തിയിലെത്തിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 2015 ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന പദ്ധതിയും തുടങ്ങുകയുണ്ടായി. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ സ്ത്രീകൾ ഏറെ മുന്നോട്ടു പോയിട്ടുണ്ടെങ്കിലും 15 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ
ലോക ശരാശരിയേക്കാൾ 7% പുറകിലാണ് നമ്മൾ. സ്ത്രീ സുരക്ഷയുടെ കാര്യമാണെങ്കിൽ ലോകമെമ്പാടും ഏകദേശം 2450 ലക്ഷം സ്ത്രീകളും പെൺകുട്ടികളുമാണ് ഓരോ വർഷവും ലൈംഗികാക്രമണം നേരിടേണ്ടി വരുന്നത്. ലോകത്തെ സ്ത്രീകളിൽ 1/3 വീതം അവരുടെ ജീവിത കാലയളവിൽ വീട്ടിനകത്തോ പുറത്തോ വച്ച് ഏതെങ്കിലും വിധത്തിലുള്ള അതിക്രമങ്ങൾക്ക് ഇരയായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 195 രാജ്യങ്ങൾ ഉള്ളതിനാൽ 67ഓളം രാജ്യങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനങ്ങൾ നേരിടാൻ നിയമങ്ങൾ പോലുമില്ല. ലൈംഗിക ആക്രമണങ്ങൾ നേരിടാൻ നിർഭയ ആക്ടും സിനിമാ രംഗത്തെ വിവേചനങ്ങൾക്കെതിരെ നിലവിൽ വന്ന WCCയും എടുത്തു പറയേണ്ട നേട്ടങ്ങൾ തന്നെയാണെങ്കിലും സ്ത്രീകളോടുള്ള സമീപനത്തിൽ മാറ്റങ്ങൾ വരാൻ സ്കൂൾ തലത്തിൽ തന്നെ പാഠ്യപദ്ധതിയിൽ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. സാധാരണ വനിതാ ദിനത്തിൽ നമ്മൾ സ്ത്രീകളുടെ നേട്ടങ്ങൾ ഓർക്കാറുണ്ട്. പ്രത്യേകിച്ച് ശാസ്ത്രം, സാഹിത്യം, വ്യവസായം, സ്പോർട്സ്, കല എന്നീ മേഖലകളിൽ അവരുടെ മുന്നേറ്റങ്ങൾ പ്രചോദനമായി നിൽക്കുന്നുമുണ്ട്. എന്നാൽ അത്രയൊന്നും ആഘോഷിക്കപ്പെടാത്ത ഒരു വിഭാഗമുണ്ട്. അവരാണ് കർഷകർ. ലോകത്ത് 383 കോടി പേർ കൃഷിക്കാരാണെന്നാണ് കണക്ക്. ഇതിൽ 43% പേർ സ്ത്രീകളാണ്. ഇന്ത്യയിൽ ഗ്രാമീണ ജനതയുടെ 85%ഓളം പേർ കൃഷി, വളർത്തുമൃഗങ്ങൾ പരിപാലിക്കൽ, മറ്റ് അനുബന്ധ ജോലികൾ എന്നിവയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഇതിൽ 64%ഓളം പേർ, അതായത് 10 കോടിയിൽ പരം പേർ സ്ത്രീകളാണ്. പക്ഷേ 6 മുതൽ 10% പേർ മാത്രമേ കൃഷിയുമായി ബന്ധപ്പെട്ട നയരൂപീകരണ സമിതികളിലോ കമ്പനികളുടെ തലപ്പത്തോ എത്തുന്നുള്ളൂ എന്നതും വസ്തുതയാണ്. സ്ത്രീ കർഷകരുടെ പരിശീലനത്തിനും അവർക്ക് സബ്സിഡി നൽകുന്നതിനും PM കിസാൻ പോലെയുള്ള നിരവധി പദ്ധതികളുണ്ട്. അവയിലൊന്നാണ് 2011 തുടങ്ങിയ മഹിളാ കിസാൻ ശാക്തീകരണ പരിയോജന അഥവാ MKSP. സ്ത്രീ ബിരുദധാരികൾക്ക് 44% സബ്സിഡിക്കുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം സ്ത്രീകളുടെ പേരിലല്ലാത്തതുകൊണ്ട് ഈ സഹായങ്ങൾ ഭൂരിഭാഗം സ്ത്രീകൾക്കും കിട്ടാതെ വരുന്നുമുണ്ട്. ഇത്തരം പദ്ധതികളെ ഭൂ ഉടമാവസ്ഥയുമായി ബന്ധപ്പെടുത്തുന്ന പരിപാടി മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിക്കാൻ പറ്റും. SC/ST വിഭാഗം, ഗോത്രവർഗക്കാർ, ഭൂമി സ്വന്തമായി ഇല്ലാത്തവർ എന്നിങ്ങനെ ഏറ്റവും ദുർബലരായ സ്ത്രീകളെ കണ്ടെത്തി അവർക്ക് മുൻഗണന കൊടുക്കുന്നത് വഴിയും ഈ വിടവ് നികത്താൻ കഴിയും. വിവാഹം കഴിഞ്ഞവരെയും അമ്മമാരായ സ്ത്രീകളെയും ചേർത്തു പിടിക്കേണ്ടതുണ്ട്. വിവാഹം കഴിഞ്ഞ് ഏകദേശം 30%ഓളം സ്ത്രീകൾക്ക് ഒന്നിലധികം വീട്ടുത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നത് മൂലവും കുഞ്ഞുങ്ങളെ നോക്കേണ്ടി വരുന്നത് മൂലവും ജോലി ഉപേക്ഷിക്കേണ്ടി വരുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഏറ്റവും അധികം പുരുഷന്മാർ വീട്ടുജോലി ചെയ്യുന്ന രാജ്യങ്ങൾ ഏതെന്നറിയുമോ? നോർവേയും ഓസ്ട്രേലിയയും. ഈ രാജ്യങ്ങളിൽ പുരുഷന്മാർ ഓരോ ദിവസവും ഏകദേശം 1 മണിക്കൂർ 7 മിനിറ്റ് വീതം വീട്ടുജോലികൾ ചെയ്യാറുണ്ടത്രേ. സ്ത്രീകളാകട്ടെ ഓരോ ദിവസവും 8 മുതൽ 9 മണിക്കൂറാണ് വീട്ടുജോലികൾ ചെയ്യുന്നത്. ഇന്ത്യയിൽ പുരുഷന്മാർ വീട്ടുജോലികൾക്കായി മാറ്റിവെക്കുന്ന സമയം ശരാശരി എടുത്താൽ 19 മിനിറ്റ് മാത്രമാണ്. ഇപ്പോൾ സംഗതികൾ മാറി വരുന്നുണ്ട് എന്നതാണ് ആശ്വാസം. ദുരന്തങ്ങൾ ഏറ്റവും അധികം ബാധിക്കുന്നത് സ്ത്രീകളെയും കുട്ടികളെയുമാണ്. പ്രത്യേകിച്ച് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലമുള്ള ഭക്ഷ്യക്ഷാമം രൂക്ഷമായി ബാധിക്കാൻ പോകുന്നത് ലോകത്തിലെ 24% സ്ത്രീകളെയും പെൺകുട്ടികളെയുമാണെന്ന റിപ്പോർട്ടുകളും ഉണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ സ്ത്രീകൾ ചെയ്യുന്ന ശമ്പളമില്ലാത്ത ജോലികൾ, അതായത് പാചകം, രോഗികളെ ശുശ്രൂഷിക്കൽ തുടങ്ങിയവ വളരെയേറെ വർദ്ധിക്കുമെന്നത് കണക്കാക്കി നയങ്ങൾ രൂപീകരിക്കുക എന്നതാണ് പരിഹാരം. ലോകത്ത് 830 കോടി ജനങ്ങളുണ്ട്. അതിൽ ഏകദേശം 130 കോടി അതിദരിദ്രർ ഉണ്ടെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. ഇതിൽ 70% സ്ത്രീകളാണ്. രാഷ്ട്രീയത്തിലെ വിവേചനമില്ലാതാക്കാൻ 39 വർഷവും സാമ്പത്തിക വ്യത്യാസങ്ങൾ ഇല്ലാതാക്കാൻ ഇനിയും 135 വർഷവും വേണ്ടിവരുമത്രേ. സ്ത്രീയുടെയും പുരുഷന്റെയും പദവികൾ മൊത്തത്തിൽ തുല്യത കൈവരിക്കാനും 135 വർഷങ്ങൾ കൂടി വേണ്ടിവരുമെന്നാണ് ഏകദേശ കണക്ക്. അപ്പോൾ ഇനിയും ഏറെക്കാലം കൂടി നമ്മൾക്ക് വനിതാ ദിനം ആചരിക്കേണ്ടി വരുമെന്ന് ചുരുക്കം. 2026 വനിതാ ദിന പ്രമേയം ഗിവ് ടു ഗെയിൻ അഥവാ കൊടുത്തുകൊണ്ടു നേടുക എന്നതാണ്. ഈ പ്രമേയം എല്ലാ മേഖലകളിലെ സ്ത്രീകൾക്കും ബാധകമാണെങ്കിലും മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരായ സ്ത്രീകൾക്കാണ് ഏറ്റവും അധികം യോജിക്കുക എന്ന് തോന്നുന്നു. കൃഷിസ്ഥലത്ത് നിന്ന് മേശപ്പുറത്ത് ഭക്ഷണം എത്തുന്നതുവരെ വിത്തിടാനും കള പറിക്കാനും കീടനാശിനിയും വളങ്ങളും പ്രയോഗിക്കാനും വിളവെടുക്കാനും ധാന്യങ്ങൾ വൃത്തിയാക്കാനുമൊക്കെ സ്ത്രീകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. മണ്ണിനെ സംരക്ഷിക്കുമ്പോൾ, പ്രകൃതിയെ സ്നേഹിക്കുമ്പോൾ ആരോഗ്യമുള്ള വിളകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. അതുവഴി ആരോഗ്യമുള്ള ഒരു യുവതലമുറ വളർന്നുവരും. രാജ്യത്തിന്റെ ഭാവിയും ശോഭനമാകും. അതുകൊണ്ട് ഈ വനിതാ ദിനം നമ്മുടെ രാജ്യത്തെ എല്ലാ സ്ത്രീ കർഷകർക്കും സമർപ്പിക്കുന്നു. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.